നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 708th day. Today 27th sloka of Pradhamaskandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 708ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. നാമാന്യനന്ദസ്യ ഹതത്രപടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാംപര്യടം തുഷ്ടമനാ ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ഓം തത്സത്. നാമാന്യനന്ദസ്യ ഹതത്രപടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാംപര്യടം തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നാമാനി അനന്തസ്യ ഹതത്രപ പടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാം പര്യടൻ തുഷ്ടമന ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ഹതത്രപ എന്ന് പറഞ്ഞാൽ ഹനിക്കപ്പെട്ട രൂപത്തോടു കൂടിയവനും അനന്തസ്യ അനന്തൻ്റെ ഗുഹ്യങ്ങളായ രഹസ്യങ്ങളായ ഗുഹ്യാനി എന്ന് പറഞ്ഞാൽ ഗുഹ്യങ്ങളായ ഭദ്രാണി ഭദ്രങ്ങളായിട്ടുള്ള മംഗളങ്ങളായിട്ടുള്ള കൃതാനി ചെയ്യപ്പെട്ടിട്ടുള്ള ചസ്മരൻ സ്മരിച്ചുകൊണ്ടും ഗാം ഭൂമിയെ ഗാം എന്ന് പറഞ്ഞാൽ ഗാം ഭൂമി പര്യടനം ചെയ്യുന്നവനായിട്ട് തുഷ്ടമന തോഷിച്ച അതായത് സന്തോഷിച്ച മനസ്സോടു കൂടിയിട്ടും ഗതസ്പൃഹ ഗതയായ സ്പൃഹയോട് കൂടിയിട്ടും വിമത സ്പൃഹ എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളും സന്തോഷത്തെയാണ് സ്പൃഹ എന്ന് പറയുന്നത്. വിമത വിഗതമായ ഇല്ലാത്ത മതത്തോടും വിമത്സര വിഗതമായ മത്സരത്തോടും കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വസിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാരദർ ആ അശരീരി കേട്ടതിന് ശേഷം താൻ എന്ത് ചെയ്തു? അശരീരി ഉണ്ടായി, അത് മറഞ്ഞു, അശരീരിയും മറഞ്ഞു. തൻ്റെ ഉള്ളിൽ നിന്നുള്ള രൂപം ആദ്യം മറഞ്ഞു. ആ രൂപം മറഞ്ഞതിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴായിരുന്നു അശരീരി കേട്ടത്. അശരീരിയും കേട്ട് കഴിഞ്ഞതിന് ശേഷം താൻ ചെയ്തത് പറയുകയാണ്. ഭഗവാന്റെ ഓരോ ലീലകളെ സൂചിപ്പിക്കുന്ന രഹസ്യനാമങ്ങളെ ലജ്ജ കൂടാതെ ഉച്ചത്തിൽ ഉച്ചരിച്ചും ഭഗവാൻ ഓരോ അവസരത്തിൽ ചെയ്തിരിക്കുന്ന മംഗളങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സ്മരിച്ചും കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തിരിക്കാതെ പര്യടനം ചെയ്യുന്നവനായിട്ട് തുഷ്ടമന എപ്പോഴും സന്തോഷിച്ച മനസ്സോടു കൂടിയിട്ടും ഒന്നിലും പ്രതീക്ഷയില്ലാതെയും ഒരാഗ്രഹവും ഗതസ്പൃഹ എന്ന ഒരാഗ്രഹങ്ങളും ഇല്ലാതെയും ഗതസ്പൃഹ വിമത വിമത്സര മതം ഇല്ലാത്തവനും അതായത് അഹങ്കാരമില്ലാത്തവനും മാത്സര്യമില്ലാത്തവനും ആയിട്ട്
കാലത്തെ, അതായത് തൻ്റെ അന്ത്യത്തെ, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പര്യടനം ചെയ്തുകൊണ്ട് വസിച്ചു. ആ ബാലനായി 5 വയസ്സായുള്ള കുട്ടിക്കാണ് ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായത്. 5 വയസ്സിന് ശേഷം തൻ്റെ മൃത്യു വരുന്നതുവരെ, എപ്പോഴാണ് മൃത്യു വരിക എന്ന് ആർക്കും അറിയില്ല, അപ്പോൾ അത് വരുന്നതുവരെ ഈ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മതമത്സര്യങ്ങളൊന്നുമില്ലാതെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ വസിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ നാരദർ വ്യാസമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസനാരദ സംവാദമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് വ്യാസനാരദ സംവാദം ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംവാദമായിട്ട് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ശ്ലോകം ഒരിക്കൽ കൂടി. നാമാന്യനന്ദസ്യ ഹതത്രപടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാംപര്യടം തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.